തമിഴ്നാട്ടിലെ ഒരു പാഠപുസ്തകത്തിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന ഭാഗത്ത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായി ഒരു യുവാവിൻ്റെ കഥയുണ്ട്. ലോകത്തെ ഏറ്റവും സുന്ദരൻ എന്ന് പല സർവേകളിലൂടെ നാം അറിഞ്ഞ ഒരു വെള്ളാരം കണ്ണുകാരൻ്റെ കഥ. എന്നാൽ അയാളുടെ ഗ്ലാമർ കഥകളെല്ലാം മറിച്ച് തൻ്റെ വൈകല്യങ്ങളെ അദ്ദേഹം പോരാടി തോൽപ്പിച്ച കഥയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. അതേ ജന്മന വന്നുപെട്ട വിക്ക് മുതൽ ഒന്ന് നൃത്തം വയ്ക്കാനോ ഒന്ന് വേഗത്തിൽ നടക്കാൻ പോലും ആവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ നട്ടലിൻ്റെ വളവ് വരെ, പ്രാണന്റെ പാതിയായ ഭാര്യയുടെ വേർപിരിയൽ മുതൽ പിതാവിന് ക്യാൻസർ വരെ ബോളിവുഡിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് സഹപ്രവർത്തകർ വിളിച്ചു കൂകിയ ആരോപണങ്ങൾ, പപ്പു എന്ന പരിഹാസപ്പേര്, ഈ പ്രതിസന്ധികളിലൊക്കെ ഉലയാതെ നിന്ന ഋത്തിക് റോഷൻ എന്ന അസാധ്യ നടൻ ഒരിക്കൽ പറഞ്ഞു, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, അതിൽ നിങ്ങളെ കൊന്നുകളയാത്തതെന്തും നിങ്ങളെ കരുത്തനാക്കും. അച്ഛൻ രാകേഷ് റോഷൻ പോലും കുട്ടിക്കാലത്ത് തൻ്റെ ആഗ്രഹത്തെ പിന്തുണച്ചില്ല. ക്ലാസ്സിൽ ആരാകണമെന്ന ചോദ്യത്തിന് നടനാകണമെന്ന് പറഞ്ഞു. അതിന് കേട്ടത് കുട്ടികളിൽ നിന്ന് നീ നിന്റെ നാക്കം വെച്ച് ഡയലോഗ് പറയുന്ന കേൾക്കാൻ നല്ല രസമായിരിക്കും എന്ന് മുതലായ പരിഹാസം വരെ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ചേച്ചി പറഞ്ഞു, കുളിമുറിയിൽ വെച്ച് ഡോക്ടർ നിർദ്ദേശിച്ച ടങ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. കിടപ്പുമുറിയിലാണെങ്കിൽ കരയുന്ന ഋത്തിക് റോഷൻ ഉണ്ടായിരുന്നു. തൻ്റെ വിധിയോർത്ത് ദുഃഖിക്കുന്ന ഋത്തിക് റോഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വിധിയോർത്ത് ദുഃഖിക്കുന്നെങ്കിൽ അത് മാറ്റാൻ ഇനിയും സമയമുണ്ട്.